Welcome all, I am Reshma, representing Department of Computer Application, Don Bosco College, Kottayam. Last session നമ്മൾ പഠിച്ചു നിർത്തിയത് അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന പലതരം മെത്തേഡ്സിനെ പറ്റിയായിരുന്നു. ആദ്യം ഇൻഡിവിജ്വൽ സീരീസിൻ്റെ അരിത്തമാറ്റിക് മീൻ, പിന്നെ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ അരിത്തമാറ്റിക് മീൻ, പിന്നെ കണ്ടിന്യൂസ് സീരീസിനകത്ത് തന്നെ ഫസ്റ്റ് ടൈപ്പ്, ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ് ടൈപ്പിൻ്റെ അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ പറ്റിയാണ് പറഞ്ഞു നിർത്തിയത്. ആൻഡ് ടുഡേ സെഷൻ വി ആർ ട്രൈങ് ടു ഡിസ്കസ് about the method for finding arithmetic mean of a continuous series of the format inclusive type. ഒരു ഇൻക്ലൂസീവ് ടൈപ്പ് ഫോർമാറ്റിൽ തന്നിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് സീരീസിൻ്റെ അരിത്തമാറ്റിക് മീൻ അഥവാ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മൾ ഈ സെഷനകത്ത് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ അതേ ഫോമുല തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസിൻ്റെ എക്സ്ക്ലൂസീവ് ടൈപ്പിന് യൂസ് ചെയ്തിരുന്നത്. അതേ ഫോമുലയ്ക്കൊന്നും യാതൊരു വ്യത്യാസമില്ല. ദ സെയിം ഫോമുല ഇറ്റ് സെൽഫ് വി ആർ യൂസിങ് ഇൻ ഫൈൻഡിങ് ദ അരിത്തമാറ്റിക് മീൻ ഓഫ് ദ കണ്ടിന്യൂസ് സീരീസ് ഓഫ് ഇൻക്ലൂസീവ് ടൈപ്പ്. സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ, where n is equal to sigma f. എഫിൻ്റെ കോളം അഥവാ ഫ്രീക്വൻസിയുടെ കോളം തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റിനെ സംബന്ധിച്ചും n എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? ഇസ് സിഗ്മ എഫ്, ഫ്രീക്വൻസിയുടെ കോളത്തിൻ്റെ സം ആയിരിക്കും. ഇനി ഇത് ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം നമുക്ക്. ഫ്രം ദ ഫോളോയിങ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ദ മീൻ ഇൻകം. ഈ തന്നിട്ടുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് മീൻ ഇൻകം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇൻകം 0 to 9, 10 to 19, 20 to 29, 30 to 39, 40 to 49, 50 to 59. അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റിനകത്ത് നിന്ന് നമ്മൾ ക്ലാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് അല്ല എന്ത് തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഫോർമാറ്റ് ഓഫ് കണ്ടിന്യൂസ് സീരീസ് ഇസ് നോട്ട് ഓഫ് എക്സ്ക്ലൂസീവ് അറ്റ് ദ സെയിം ടൈം, ഇറ്റ് ഈസ് ഓഫ് ഇൻക്ലൂസീവ്. അതിട്ടുള്ള കണ്ടിന്യൂസ് സീരീസിൻ്റെ ഫോർമാറ്റും ഇൻക്ലൂസീവ് ടൈപ്പ് ഫോർമാറ്റിലൊരു കണ്ടിന്യൂസ് സീരീസ് നമുക്ക് തന്നിരിക്കുന്നത് മനസ്സിലായി. ഇത് തന്നിരിക്കുന്നത് ആ ഓരോ ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ഇൻകം എത്ര പേര് മേടിക്കുന്നുണ്ടാവില്ല, അഥവാ ഓരോ ക്ലാസ്സിൻ്റെയും ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത് അല്ലേ. ആ ഓരോ ക്ലാസ്സിനകത്തും ഉൾപ്പെടുന്ന ഇൻകം അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ ഓഫ് പേഴ്സൺസിൻ്റെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അഥവാ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഫ്രീക്വൻസി ഓഫ് ഈച്ച് ആൻഡ് എവറി ക്ലാസ്. So for the class 0, 9 it is 8, for 10, 19 it is 12, 20, 29 it is 20, 30, 39 it is 30, 40, 49 it is 25, and 50, 59 the frequency is 5. സോ ഈ തന്നിരിക്കുന്ന ഒരു ഇൻക്ലൂസീവ് ടൈപ്പ് കണ്ടിന്യൂസ് സീരീസാണ്. ഈ കണ്ടിന്യൂസ് സീരീസിന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നമുക്ക് അതിൻ്റെ ഈ അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഫോർമുല നമുക്കറിയാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ ഓഫ് എഫ് ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ എൻ. അതായത് ഫ്രീക്വൻസിയുടെ കോളത്തിനെ എക്സിൻ്റെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ കോളത്തിൻ്റെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? സിഗ്മ എഫ് കൊണ്ടതിന് അഥവാ എൻ കൊണ്ടതിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എക്സ് ബാർ നമുക്ക് കിട്ടും. ആക്ച്വലി നമ്മൾ എക്സ്ക്ലൂസീവ് സീരീസ് ചെയ്ത അതേ, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ടൈപ്പ് കണ്ടിന്യൂസ് സീരീസ് ചെയ്ത അതേ മെത്തേഡ് തന്നെ നമ്മുടെ പ്രോബ്ലത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മാറ്റവും ഇല്ല. പിന്നെ ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവിൻ്റെ ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ സെഷൻ ഞാനൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ എടുത്ത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. സോ നമ്മൾ എന്ത് എക്സ്ക്ലൂസീവ് നമ്മൾ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റ എന്തെഴുതി? കോളം വൈസ് അഥവാ വെർട്ടിക്കലായിട്ട് നമ്മൾ എടുത്തെഴുതി. ബൈ ചേഞ്ചിങ് ദ ഹെഡിങ്സ്. ഹെഡ്സ് എങ്ങനെ മാറ്റി? ഇൻകം എന്നുള്ള ഹെഡ് എങ്ങനെ അന്ന് എഴുതിയത്? അവിടെ ക്ലാസ് ആയിട്ട് എഴുതിയത്. Therefore the first head can be written as class and the number of persons can be written as frequency. സോ ഓരോ ക്ലാസ് ഞാൻ എടുത്തെഴുതുന്നു. And the frequency of each class is നമ്മൾ നോക്കുക. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മീൻ ഇൻകം അഥവാ അരിത്തമാറ്റിക് മീൻ ഓഫ് ദ ഗിവൺ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിത്തമാറ്റിക് മീൻ ഓഫ് ദ കണ്ടിന്യൂസ് സീരീസ് കാൽക്കുലേറ്റ് എക്സ്ക്ലൂസീവ് ടൈപ്പ് ആയിക്കോട്ടെ ഇൻക്ലൂസീവ് ടൈപ്പ് ആയിക്കോട്ടെ, കണ്ടിന്യൂസ് സീരീസിന് അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ഒരേ ഒരു ഫോമുള്ള ഏതാണത്? സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ. അതിനകത്ത് എന്നിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ്. ദ ഫ്രീക്വൻസിയുടെ കോളത്തിൻ്റെ സം ആണെന്ത്? എൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഫ്രീക്വൻസിയുടെ കോളത്തിൻ്റെ സം നമുക്ക് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് കിട്ടും? എന്നിൻ്റെ വാല്യൂ കിട്ടും. That is 25 plus 5 30, 30 plus 30 60 plus 12 plus 20 80, 80 plus 20 is 100. Therefore the value of n is 100.
ഇനി എന്ത് വേണം? സിഗ്മ എഫ് എക്സ് വേണം അല്ലേ? അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നൊരു കോളം നമുക്ക് എക്സ്ട്രാ ആയിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ അങ്ങനെ എഫ് എക്സിൻ്റെ കോളം എഴുതുമ്പോൾ ആ എക്സിൻ്റെ വാല്യൂസ് ഓരോ ക്ലാസ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് വാല്യൂസ് അഥവാ ഫ്രീക്വൻസി വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. എന്ത് വാല്യൂസ് ഇല്ല? എക്സ് വാല്യൂസ് ഇല്ല. ദർഫോർ എക്സ് വാല്യൂസ് അഥവാ മിഡ് വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ കോളം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനോട് കൂടെ ആഡ് ചെയ്യണം. തന്നിട്ടുള്ള ക്വസ്റ്റിനോട് കൂടെ എന്ത് ചെയ്യണം? ക്വസ്റ്റിനിലേക്ക് ഒരു പുതിയ കോളമായി എക്സിൻ്റെ കോളം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫിൻ്റെ കോളം ഇവിടെ ഉണ്ട്, എക്സിൻ്റെ കോളം ഇപ്പോൾ നമ്മൾ മിഡ് വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതും. അങ്ങനെയെങ്കിൽ എഫ് ഇൻറ്റു എക്സ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? എഫ് എക്സിൻ്റെ കോളം നമുക്ക് കിട്ടി. ഈ എഫ് എക്സിൻ്റെ കോളത്തിൻ്റെ സമ്മാണ് നമുക്ക് എവിടെ വേണ്ടത്? അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനകത്ത് ന്യൂമറേറ്ററിനകത്ത് വേണ്ടത്. സോ എക്സിനെ നമുക്ക് എങ്ങനെ ഇടിക്കും? ഇവിടെയും പഴയ കണക്ക് എന്താണ് എക്സ് എന്ന് പറഞ്ഞാൽ? മിഡ് വാല്യൂസ് ആണ്. മിഡ് വാല്യൂ ഓഫ് എ ക്ലാസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഏതൊരു ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈസ് ഈക്വൽ ടു ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 അല്ലേ? അത് എക്സ്ക്ലൂസീവ് സീരീസിനോ ഇൻക്ലൂസീവ് ടൈപ്പിന് ഏതിനാണെങ്കിലും മിഡ് വാല്യൂ, ഒരു ക്ലാസിൻ്റെ മിഡ് വാല്യൂ, കണ്ടിന്യൂസ് സീരീസിൻ്റെ ക്ലാസിൻ്റെ മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഫോമുലേ ഉള്ളൂ. ദാറ്റ് ഈസ് ലോവർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് പ്ലസ് അപ്പർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ദ ഹോൾ ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോഴത്തേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് നമ്മൾ എക്സ്ക്ലൂസീവ് ടൈപ്പ് ചെയ്തപ്പോൾ അതിനകത്ത് എന്തായിരുന്നു? കറക്റ്റായിട്ട് 0+10/2 അവിടെ എന്തായിരുന്നു? ഒരു കറക്റ്റ് ഒരു വാല്യൂ കിട്ടുമായിരുന്നു, ഒരു നാച്ചുറൽ നമ്പർ നമുക്ക് കിട്ടുമായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡെസിമൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേ ഉള്ളൂ ഇവിടെ ഒരു വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പോൾ ഇൻക്ലൂസീവ് ടൈപ്പ് സീരീസിന് ഇപ്പോൾ ഇങ്ങനെയുള്ള സീരീസാണ്. ഇപ്പോൾ 0 to 9, അപ്പോൾ 0+9/2. അപ്പോൾ 0+9 is 9. 9/2 വരുമ്പോഴത്തേക്കും എന്ത് കിട്ടൊരു ഡെസിമൽ വരണം. ഡെസിമലിൻ്റെ പ്രസൻസ് അവിടെ വരുന്നത് മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. സോ മിഡ് വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 0 ഫോർ ദ ഫസ്റ്റ് ക്ലാസ് 0 to 9 is 0+9/2, that is 4.5. Again, next class 10 plus 19/2, that is 29/2, which is equal to 14.5. Again, the third class for 20 plus 29/2, that is 49/2, it will be 24.5, and the rest will be 34.5, 44.5 and 54.5. സോ എക്സ് വാല്യൂസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? ഓരോ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 ചെയ്യുന്നതോടുകൂടെ നമുക്ക് ഓരോ ക്ലാസ്സിൻ്റെയും മിഡ് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത് എന്താ നമുക്ക് വേണ്ടത്? ഓരോ ക്ലാസ്സിൻ്റെയും ഫ്രീക്വൻസികളെ അതാത് ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂസിന് മൾട്ടിപ്ലൈ ചെയ്ത ഒരു പുതിയ കോളം നമുക്ക് അവിടെ വേണ്ടത്. ദാറ്റ് ഈസ് എഫ് ഇൻറ്റു എക്സ്. എഫ് ഇൻറ്റു എക്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 8 ഇൻറ്റു ഫോർ ദ ഫസ്റ്റ് class 0 to 9, it is 8 into 4.5. നമ്മൾ സാധാരണ ഡെസിമൽസ് നമ്മൾ യൂസ് ചെയ്യണം. ഒന്ന് നിങ്ങൾക്ക് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സാധാ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാം. ആക്ച്വലി ഒരു സാധാ കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇൻ കേസ് ലോഗൊക്കെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം എവിടെയെങ്കിലും വരികയാണെങ്കിൽ മാത്രമേ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. അല്ലാതെ എല്ലാത്തിനും നമുക്ക് എന്ത് സാധാ സിമ്പിൾ കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമേ ഉള്ളൂ. സയൻറ്റിഫിക് കാൽക്കുലേറ്റേഴ്സും നിങ്ങൾക്ക് എവിടെ യൂസ് ചെയ്യാം? യൂണിവേഴ്സിറ്റി എക്സാമിന് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. സോ ഇറ്റ് ഈസ് 8 into 4.5, that is 36. Now 12 into 14.5, 174. Again 20 into 24.5, 490. Again 30 into 34.5, 1035. ഈ ആൻസേഴ്സ് തന്നെ ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്ന് വെരിഫൈ ചെയ്യാം. Again 25 into 44.5, that is 1112.5. Again 5 into 54.5, that is 272.5. നമുക്ക് എന്ത് വേണം? ഈ എഫ് എക്സിൻ്റെ കോളത്തിൻ്റെ സം വേണം. that is സിഗ്മ എഫ് എക്സ്, that is equal to എന്ത് ചെയ്യുക? എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്യുക. 36 plus 174 plus 490 plus 1035 plus 1112.5
plus 272.5 and the answer is 3120. So sigma fxന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി 3120 എന്ന് കിട്ടി. therefore നമുക്ക് വേണ്ടത് എന്താണ് അരിത്തമെറ്റിക് മീൻ അഥവാ x ബാർ ആണ്. x ബാർ is equal to ഫോർമുല എഴുതിയതിന് ശേഷം മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. sigma fx by n which is equal to 3120 divided by 100 and the value is 31.20. so നമ്മളുടെ തന്നിരിക്കുന്ന ഇൻക്ലൂസീവ് ടൈപ്പ് കണ്ടിന്യൂസ് സീരീസിൻ്റെ അരിത്തമെറ്റിക് മീൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ എന്താണ് വ്യത്യാസം? ആ ചെയ്യുന്ന മെത്തേഡിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല, സെയിം ഫോമിനെയും അതുകൊണ്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഒന്ന് തന്നെയാണ്, സെയിം തന്നെയാണ്. വ്യത്യാസം വരുന്ന ഇവിടെ മാത്രമല്ല, എക്സിൻ്റെ വാല്യൂസ് ചില കേസുകളിൽ എന്ത് വരും ഡെസിമൽ വാല്യൂസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ചെയ്യുന്ന ഫോർമാറ്റ് എല്ലാം എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. എന്ത് ചെയ്യുക, ക്ലാസ്സും ഫ്രീക്വൻസി തന്നിട്ടുള്ള ക്വസ്റ്റിനകത്ത് എക്സ് വാല്യൂസ് മിഡ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് ഇൻറ്റു എക്സിൻ്റെ കോളം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആ എഫ് ഇൻറ്റു എക്സിൻ്റെ കോളത്തിൻ്റെ സം തരും സിഗ്മ എഫ് എക്സിനെ ഫ്രീക്വൻസിയുടെ കോളത്തിൻ്റെ സമ്മായ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് ബാർ അഥവാ അരിത്തമെറ്റിക് മീൻ നമുക്ക് കിട്ടും. അപ്പോൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസുകളിൽ മാത്രം ഇൻക്ലൂസീവ് ടൈപ്പിനെ അതേ ഫോർമാറ്റിലിട്ടും എക്സ്ക്ലൂസീവ് ടൈപ്പിനെ അതേ ഫോർമാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, മീൻ നേരിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം മീഡിയനോ മോഡോ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻക്ലൂസീവ് ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യും, എക്സ്ക്ലൂസീവായിട്ട് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യാനുള്ള പ്രോബ്ലം നമ്മൾ ചെയ്യാറുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസുകളിൽ മാത്രം ഇൻക്ലൂസീവ് ടൈപ്പിനെ അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ മറ്റ് മാനിപ്പുലേഷൻസ് ഒന്നും നടത്താതെ സെയിം വാല്യൂസ് തന്നെ ഉപയോഗിച്ച് ഇൻക്ലൂസീവ് ടൈപ്പിന് അതേ ക്ലാസ് വാല്യൂസ് തന്നെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം മീഡിയനോ മോഡോ അങ്ങനെ വേറെ ഏതൊരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും നമ്മൾ ഇൻക്ലൂസീവ് ടൈപ്പിന് എന്ത് ചെയ്യുക, എക്സ്ക്ലൂസീവായിട്ട് മാറ്റിയതിന് ശേഷമാണ് എന്ത് ചെയ്യാറുള്ളൂ, ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ മീനിന് മാത്രമുള്ള പ്രൊഫഷനാണ് എക്സ്ക്ലൂസീവ് ടൈപ്പിനെ അതേ ഫോർമാറ്റിലിട്ട് ഇൻക്ലൂസീവ് ടൈപ്പിനെ അതേ ഫോർമാറ്റിൽ റീപ്ലേസ് നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇന്ന് നമ്മൾ പഠിച്ച ഒരു കണ്ടിന്യൂസ് സീരീസ് ഇൻക്ലൂസീവ് ടൈപ്പ് കണ്ടിന്യൂസ് സീരീസിൻ്റെ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ 3 വട്ടം എഴുതി പഠിച്ചതിന് ശേഷം ഹോം അസൈൻമെൻറ്റ് എനിക്ക് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.